ലോകശക്തികൾക്കിടയിലെ തന്ത്രപ്രധാനമായ മത്സരത്തിനിടെ തന്നെ ചൈനയാകട്ടെ ആണവ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായി റിപ്പോർട്ടുകൾ. അമേരിക്കയിൽ നിന്നുണ്ടാകുന്ന ഭാവി ആണവ ഭീഷണികളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തിരിച്ചടിക്കാനുള്ള ശേഷി ഉറപ്പാക്കുന്നതിനായിട്ടാണ് ചൈന പുതിയ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നത് എന്ന വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനായി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ കണ്ടെത്തിയ വിവരങ്ങൾ പ്രകാരം ഷിൻഹാങ് മരുഭൂമി മേഖലയിലാണ് വൻ തോതിലുള്ള ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ചൈനയുടെ ആണവ മിസൈൽ ശൃംഖലയുടെ ഭാഗമായി തന്നെ ഈ പദ്ധതിയിൽ 80-ലധികം പുതിയ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, ഭൂഗർഭ ബങ്കറുകൾ, അത്യാധുനിക ആശയവിനിമയ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സൗകര്യങ്ങൾ ദീർഘദൂര ആണവ മിസൈലുകളെ സംരക്ഷിക്കുന്നതിനും ശത്രുക്കളുടെ ആദ്യ ആക്രമണത്തിന് ശേഷവും തിരിച്ചടിക്കാൻ കഴിയുന്ന സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഉറപ്പാക്കുന്നതിനുമാണ് ഇത് ലക്ഷ്യമിടുന്നത് എന്നതാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനോടായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ റിപ്പോർട്ടുകൾ പ്രകാരം സിൻഹാങ് മേഖലയിലാകട്ടെ 2 കൂറ്റൻ സൈനിക സമുച്ചയങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ വൻതോതിൽ മിസൈലുകളും സൈനിക വാഹനങ്ങളും സൂക്ഷിക്കുവാനും യുദ്ധ സാഹചര്യങ്ങളിൽ കമാൻഡ് ആൻഡ് കൺട്രോൾ ഓപ്പറേഷനുകൾ നടത്താനുമാണ് ഇതിന് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് കഴിയുന്നതായി പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ചൈനയുടെ ആണവ നയമായ ആദ്യം ഉപയോഗിക്കില്ല എന്നത് നിലനിർത്തിക്കൊണ്ട് തന്നെ ശത്രുരാജ്യം ആക്രമിച്ചാൽ തിരിച്ചടിക്കാനുള്ള ചൈനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. 2030 തന്നെ 1000 ആണവ പോർമുനകൾ എന്ന ലക്ഷ്യത്തിലേക്കാണ് രാജ്യം നീങ്ങുന്നത്. സുതാര്യമല്ലാത്ത ചൈനയുടെ ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഭാവിയിലുള്ള അമേരിക്കയുടെ പക്കൽ നിന്നുള്ള ആക്രമണത്തെ ചെറുക്കാനാണ് തങ്ങൾ ഈ ഒരു രീതിയിലുള്ള നടപടി സ്വീകരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തായ്വാൻ വിഷയത്തിൽ അമേരിക്കയുമായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ചൈനയുടെ ഈ ഒരു പ്രതിരോധ വിപുലീകരണം പോലും ഇവിടെ നടന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മിസൈൽ വിക്ഷേപണം നടത്താൻ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് തിരിച്ചറിയാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മറുപടി നൽകുവാനും കഴിയുന്ന മികച്ച മുൻകരുതൽ സംവിധാനങ്ങളും ചൈന ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചൈന ബന്ധങ്ങൾ വിവിധ മേഖലകളിൽ മത്സരാത്മകമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, തായ്വാൻ വിഷയം, ആണവായുധ മത്സരം എന്നിവയുൾപ്പെടെ തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ ചൈനയുടെ പുതിയ സൈനിക നീക്കങ്ങൾ ആഗോള ശ്രദ്ധ നേടുകയാണ്. ചൈനയുടെ ആണവായുധ ശേഖരവും മിസൈൽ സംവിധാനങ്ങളും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ അതിവേഗം വികസിപ്പിച്ചു വരികയാണ് എന്നതാണ് നിരവധി അന്താരാഷ്ട്ര പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോഴത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ സൈനിക ആധുനീകരണത്തിന്റെ ഏറ്റവും പുതിയ ഘടനയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തിലെ 2 വലിയ ശക്തികൾ തമ്മിലുള്ള തന്ത്രപ്രധാനമായ മത്സരം കൂടുതൽ ശക്തമാകുന്നുവെന്ന സൂചനകളും ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഗോള സുരക്ഷാ രംഗം ഇപ്പോൾ ഈ ഒരു സംഭവ വികാസങ്ങളിൽ അതീവ ശ്രദ്ധയോടുകൂടിയുള്ള നിരീക്ഷണങ്ങളാണ് നടത്തിവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.